തൻ്റെ സുഹൃത്തായ ദാമോദരൻ തന്നെ അടിച്ചു എന്ന് പറഞ്ഞ് രാഘവൻ ഒരു കേസ് കൊടുത്തു. കേസിൻ്റെ വിസ്താരത്തിൽ രാഘവൻ തൻ്റെ മുഖത്തുള്ള ചില പാടുകൾ കാട്ടി. വളരെ ശരിയാണ്, അടി കൊണ്ടാൽ ഉണ്ടാവുന്ന ഒരു പാട് രാഘവൻ്റെ മുഖത്തുണ്ട്. പക്ഷെ ദാമോദരൻ പറഞ്ഞു, ഞാൻ രാഘവനോട് ദേഷ്യപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷെ ഞാൻ അടിച്ചിട്ടില്ല. സംഭവത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയുവാൻ പോലീസ് CCTVകളൊക്കെയും പരിശോധിച്ചു. പക്ഷേ ദൃശ്യങ്ങളിൽ ദേഷ്യപ്പെടുന്നതല്ലാതെ അടിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നും കണ്ടെത്തുവാനായില്ല. സംഭവം നടന്നു എന്ന് പറയുന്ന സമയം ആരും സാക്ഷികളില്ലായിരുന്നുവെങ്കിലും രാഘവൻ ചില സാക്ഷികളെ ഹാജരാക്കി. പക്ഷേ അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കാരണം അവ സ്വീകാര്യമായില്ല. അപ്പോൾ ദാമോദരൻ്റെ വക്കീൽ രാഘവൻ്റെ മുഖത്തെ പാട് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു. ഡോക്ടർ അത് പരിശോധിക്കുകയും ആ പാടുകൾ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസത്തോളം അത്രയും പഴക്കമുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവസാനം കോടതി ദാമോദരനെ വെറുതെ വിട്ടു. ഇതേപോലെയാണ് ജീവിതത്തിലും. യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുവാൻ എപ്പോഴും വിഷമമാണ്. എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. പലതും യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്നവയാകും, പക്ഷേ യാഥാർത്ഥ്യമല്ലായിരിക്കും. ഇവയെ തമ്മിൽ വിവേചിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വൈഷമ്യമേറിയ കാര്യം. അതേപ്രകാരം സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം നിത്യയാഥാർത്ഥ്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവസാന്നിധ്യം മനസ്സിലാക്കുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും കഴിയും. അതുകൊണ്ട് നിലനിൽക്കുന്ന നിത്യയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കും സമർപ്പിതരാവാം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു.